ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ജീവിതത്തിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ചില കാരണങ്ങളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നമ്മുടെ തന്നെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. യാതൊരു ലക്ഷ്യബോധവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവ നടപ്പിലാക്കാതെ അതിൽ നിന്ന് വഴുതി പോവുക, ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയം കൈവരിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യണം, നല്ലൊരു തീരുമാനമായിരിക്കും അത്, പക്ഷേ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല സമയം നോക്കിയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലർ ആക്ഷൻസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കും. അവർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ല എന്നുള്ളതിൻ്റെയും പരാജയം കൈവരിക്കുന്നതിൻ്റെയും ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കാതെ വഴുതി പോകുക എന്നുള്ളതും നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതും. അങ്ങനെയുള്ളവർ തീർച്ചയായും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർ തന്നെയായിരിക്കും. അതൊക്കെ തന്നെ പരാജയത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളുമാണ്. ചില കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ട് ആ തുടക്കത്തിൽ നല്ല രീതിയിൽ വിജയം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു അംശം പരാജയത്തിൻ്റെ സൂചന കണ്ടു തുടങ്ങിയാൽ അവിടെ വെച്ച് ആ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത്. പകരം ഞാനിത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, എനിക്കിതിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. അത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണമാകും. നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചെറിയൊരു പരാജയം അല്ലെങ്കിൽ ചെറിയൊരു അംശം പരാജയത്തിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് പാതി വഴിയിൽ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കത്തില്ല. അവർ പരാജയത്തിലേക്ക് വീണ്ടും എറിയപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ A+ ഒക്കെ വാങ്ങുന്ന കുട്ടികൾക്ക് ശരിക്കും ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഇന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കും, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന സമയത്തുള്ള ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിച്ച് തീർക്കും. അങ്ങനെ കൃത്യമായിട്ടൊരു ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കും അവർക്ക്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കത്തില്ല. അവർ പരാജയത്തിലേക്കായിരിക്കും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ എന്നും നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ ഇന്നൊരു കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ എഴുന്നേൽക്കുകയല്ലേ, ഇന്ന് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേൽക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും ചില സമയങ്ങളിലല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം. എന്തൊക്കെ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള അച്ചടക്കം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. എപ്പോൾ മാത്രമേ നമുക്ക് പരാജയത്തെ വിജയമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. പരാജയത്തിൻ്റെ അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. നമ്മളത് ചെയ്താൽ ശരിയാകുമോ? ഭയം എന്ന് പറയുമ്പോൾ ചില മുൻവിധികളുണ്ട്, ചില അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ ഭയത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുൻവിധികൾ, ചില അന്ധവിശ്വാസങ്ങൾ. മുൻവിധികൾ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഇത് ശരിയാകുമോ, എന്നെയും കൊണ്ട് ഇത് സാധിക്കുമോ, ഞാനത് ചിലപ്പം ചെയ്താൽ അതിൽ പരാജയപ്പെട്ട് പോയിരിക്കും. ഇതൊക്കെ മുൻവിധികളാണ്. അവിടെ ഒരിക്കലും ആ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി റിസ്ക് എടുക്കുന്നില്ല. റിസ്ക് എടുക്കാത്ത ഒരു വ്യക്തിക്കും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ തന്നെ മുൻകൂട്ടി ഇറങ്ങി കാര്യങ്ങൾ ചെയ്ത് റിസ്ക് ഉള്ള പരിപാടിയാണെങ്കിൽ പോലും റിസ്ക് എടുത്ത് അതിൽ വിജയിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് അല്ലേ. എന്നാൽ ഈ ഭയത്തെയും മുൻവിധികളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്, മുൻവിധികളാണ്, അന്ധവിശ്വാസങ്ങളാണ്. അടുത്തൊരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില കാര്യങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു തീരുമാനമായിട്ട്, ഉറച്ചൊരു തീരുമാനമായിട്ട് ആ തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. അത് പ്രവർത്തിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മുടെ മനസ്സിലെ തീരുമാനം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കതിൽ സക്സസ് കണ്ടെത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. തീരുമാനങ്ങൾ എടുക്കുകയും വേണം, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ്
മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടാകും. അവർക്കും ഒരിക്കലും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. സഹകരണ മനോഭാവം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ വിജയത്തിലേക്ക് എത്തുന്നതിന് പകരം പരാജയത്തിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങളിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ പരാജയത്തിൻ്റെ മറ്റൊരു കാരണമാണ് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കഴിയാത്തതും മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നലും, സാധിക്കുമെങ്കിൽ പോലും എനിക്ക് സാധിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന മറ്റ് ചില കാരണങ്ങളാണ്. നമ്മളെയൊക്കെ പരാജയത്തിലേക്ക് നയിക്കുന്ന ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിരിക്കും ഈ അഹങ്കാരവും പൊങ്ങച്ചവും എന്ന് പറയുന്നത്, അല്ലേ? അഹങ്കാരം എല്ലാവർക്കും ഉണ്ട്. പൊങ്ങച്ച എന്ന ചില ആൾക്കാർക്ക് എക്സ്ട്രീം ലെവലിലായിരിക്കും. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ 7 ഇരട്ടിയായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയായിരിക്കും, അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ പരാജയത്തിലേക്ക് വീഴാനുള്ള ചവിട്ടുപടികളാണ് ഈ അഹങ്കാരം പൊങ്ങച്ചം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാരണമാണ് ചില കാര്യങ്ങളെ വസ്തുനിഷ്ഠപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ ഊഹിച്ച് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതായത് വസ്തുനിഷ്ഠമായിട്ട് കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് പകരം നമ്മൾ അറിവ് നേടാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണോ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഊഹിച്ചിങ്ങനെ വെക്കും. അത് ഇന്നതാണ് കാരണം എന്ന്. പക്ഷേ ഒരിക്കലും അതിൻ്റെ ശരിക്കുമുള്ള കാരണങ്ങൾ അതായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. ആ സ്ഥാപനത്തിൽ A to Z കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല ഒരിക്കലും അവിടെ ശരിയാവുന്നത്. അതിന് അറിവുകൾ നേടണം. അറിവുകൾ നേടാൻ മടിയുള്ളവരും പരാജയത്തിലേക്ക് പോകുന്നവരായിരിക്കും. അവരുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഈ അറിവുകളെന്ന് പറയുന്നത്. അപ്പോൾ അറിവിനെ നേടുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റിയുള്ള അറിവുകൾ കൂടുതലായിട്ട് നേടാൻ ശ്രമിക്കുക. അതിന് മടിയുള്ളവർ പരാജയത്തിലേക്ക് പോകുന്നവർ തന്നെയായിരിക്കും. അവരുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതും ഈ മടി തന്നെയായിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിജയത്തിന് പകരം പരാജയത്തിലേക്ക് പോകുന്നതിനുള്ള ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ആളുകൾ. അപ്പോൾ നമുക്ക് പരാജയത്തെ വിജയമാക്കി മാറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ കുറവുകൾ, ഈ പറഞ്ഞതിൽ എന്തൊക്കെ കുറവുകൾ നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനും തിരുത്താനും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ പരാജയത്തെ നമുക്ക് വിജയമായിട്ട് മാറ്റാൻ സാധിക്കും. 100% ഉറപ്പാണത്. അങ്ങനെ പ്രവർത്തിച്ച് നോക്കണം എല്ലാവരും. ഈ പറഞ്ഞ കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തണം. ആദ്യം മനസ്സിലാക്കി പിന്നെ തിരുത്തുകയും ചെയ്ത് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പരാജയത്തെ വിജയമാക്കി മാറ്റാം. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബി ഹാപ്പി. താങ്ക് യു.